ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബീഫ് കറിയാണ്. നമ്മൾ പല രീതിയിലും ബീഫ് കറി ഉണ്ടാക്കാം. ഞാനും പല റെസിപ്പിയും ചെയ്യാറുണ്ട് ബീഫ് കറി. അതിൽ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീട്ടിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ തേക്കുന്നത് 4 സവോള അരിഞ്ഞത്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ നമുക്കിനി ഒരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് ആദ്യം ബീഫ് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയിൽ നിന്ന് ഒരല്പം സവോള ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരല്പം നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയൊക്കെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിലോട്ടത്തേക്ക് വേണം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമ്മൾ ഗ്രേവിക്ക് യൂസ് ചെയ്യും, അപ്പോൾ അതനുസരിച്ച് ഇതിൽ കുറച്ച് ഇടാവൂ. കുറച്ച് മുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ബാക്കി ഗരം മസാല ഗ്രേവി ചേർക്കാം. കുറച്ച് കുരുമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലപോലെ ചതയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അതും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബീഫ് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് അതിന് മുന്നേ നമുക്ക് ബീഫ് ഒന്ന് കുഴച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത ശേഷം അടപ്പടച്ച് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ ബീഫ് ഞാനൊരു 7 വിസിൽ കേട്ട ശേഷം ഒരു 15 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് ബീഫ് വേവിച്ചെടുക്കും. അപ്പം ഞാനിവിടെ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട്, ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പി വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ബാക്കി ഉണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഈ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പം അതിൻ്റെ പച്ച ചവ ഒന്ന് പോകുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇതൊക്കെ പച്ചച്ചവ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള നമുക്കൊന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വഴറ്റുന്നതിന് മുന്നേ ഈ സവോള പെട്ടെന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് വഴണ്ടി വരും. അപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ്. ഈ കറിക്ക്, ബീഫ് കറിക്കൊക്കെ, ബീഫ്, ചിക്കൻ ഇതിനൊക്കെ ടേസ്റ്റ് കൂട്ടുന്നത് ഈ സവോള വഴറ്റിയെടുക്കുന്ന ആ ഒരു രീതിക്കാണ്. സവോള നല്ലപോലെ വഴണ്ട് നമ്മൾ ഗ്രേവി ആക്കുമ്പോൾ സവോള അതിൽ അലിഞ്ഞു ചേരണം, അത് കാണാൻ പാടില്ല. അപ്പോൾ ഗ്രേവിക്ക് തിക്നെസ്സും കിട്ടും, അതോടൊപ്പം തന്നെ കറിക്ക് ടേസ്റ്റും കൂടും. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഞാനൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുകയാണ്. ഈ പൊടിയുടെയൊക്കെ പച്ച ചുവ മാറുന്നവരെ നമുക്ക് ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സവോള നന്നായിട്ട് വെന്ത് വരുന്നവരെ, ഒരു കുഴഞ്ഞ പരുവത്തിൽ വരും സവോള, അതുവരെ വഴറ്റണം. ക്ഷമയുള്ളവർക്കേ പറ്റത്തുള്ളേ, ക്ഷമയോടെ കാത്തു നിന്ന് വഴറ്റണം. അപ്പം നമ്മുടെ പൊടികളൊക്കെ നല്ലപോലെ ഇങ്ങനെ മൂത്ത് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം, അതുവരെ വഴറ്റണം. ഇനി അത് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം അതിലോട്ട് കുരുമുളക് ചതച്ചതും ഗരം മസാല പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതും ഒന്ന് ഇളക്കിയെടുക്കാം. ഗരം മസാലയൊക്കെ ചിലർക്ക് ഗരം മസാല കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ മുന്തി നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കണേ. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം, എന്നാലത് പെട്ടെന്ന് വെന്ത് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ അതും ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച്, തക്കാളി വേവുന്നവരൊന്ന് അടച്ച് വെച്ച് വേവിക്കുവാണേ. അപ്പോൾ ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇതാ നല്ല വെന്ത് ഉടഞ്ഞു വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്.
ഇനി കഷ്ണമായിട്ട് എളുപ്പമുണ്ട് അത് ഗ്രേവി നല്ലപോലെ ഈ തക്കാളി നല്ലപോലെ ഉടച്ചെടുക്കണം. അതിനാണ് ടേസ്റ്റ്. ഈ ഗ്രേവിക്ക് ഒന്നും കൂടെ ഈ സവാളയ്ക്കൊപ്പം തന്നെ ഒന്നും കൂടെ തിക്നെസ് തക്കാളി കൊടുക്കും. അപ്പോൾ ഇനി ഈ തക്കാളിയെല്ലാം ഉടച്ച് നല്ലപോലെ വെന്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളവും അതിൻ്റെ എല്ലാം കൂടെ ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഈ ഗ്രേവിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഗ്രേവി മൊത്തത്തിൽ നമ്മുടെ ബീഫിൽ പിടിക്കണം. ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഒരുപാട് കട്ടി തോന്നുന്നുണ്ട്, ഇനി ഗ്രേവി കൂടുതൽ വേണം എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കണം. ഞാൻ നമ്മൾ ഈ ബീഫ് വേവിച്ച കുക്കറുണ്ടല്ലോ, അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഇതാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇനി ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയിട്ട് ഇളക്കിയെടുക്കുകയാണ്. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പാര ടേസ്റ്റാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക്